100% യുദ്ധത്തിനും സാധ്യത എന്നാണ് ട്രംപിന്റെ ഉപദേഷ്ടാവ് പറയുന്നത്. അതായത് ഇറാനെ ഞങ്ങൾ വളയും, വെറുതെ വിടില്ല എന്നുള്ളതാണ്. US സൈന്യം മുഴുവൻ ഇറാൻ വളഞ്ഞു എന്ന് പറയുമ്പോഴും ഇറാനും റഷ്യയും കൂടി സംയുക്ത സൈനിക അഭ്യാസമൊക്കെ നടത്തി അമേരിക്കയെ വിരട്ടാനായി നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത്? പശ്ചിമേഷ്യയിൽ ഒന്നും സംഭവിക്കില്ല, അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഒരു യുദ്ധത്തിന് അമേരിക്ക, ട്രംപിന് ഭ്രാന്താണ്, അയാൾ എന്തെങ്കിലും ചെയ്തു തന്നെ വെക്കുക. അത് ലോക മഹായുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത ഇന്നുണ്ട്. കാരണം പഴയ പോലെ ഒരു UN ഇല്ല ഇന്ന്. ഒന്ന്. രണ്ട്, റഷ്യയെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് അംഗീകരിക്കാത്തവരാണ്. ജോഗ്രഫിക്കലി റഷ്യയും ചൈനയും ഇറാൻ്റെ വളരെ അടുത്തുള്ള രണ്ട് രാജ്യങ്ങളെ കമ്പാരിറ്റീവ്ലി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം വന്നാൽ ഇസ്രായേലേ കിട്ടുള്ളൂ അവർക്ക്, ഇസ്രായേലിൽ നിന്ന് അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പരിമിതി, ജോഗ്രാഫിക്കൽ പരിമിതി തന്നെ അമേരിക്കയ്ക്കുണ്ട്. ഷിപ്പ് വെച്ച് ആക്രമിച്ച് ഇറാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമാണ് എന്ന് ഞാൻ കരുതുന്നില്ല ജോഗ്രഫിക്കലി. ഒരുപക്ഷെ ഈ എയർ വാർഫെയർ എന്ന് പറയില്ലേ, നമ്മൾ വിമാനം ഉപയോഗിച്ചില്ല, അതിൽ ഇറാന് വീക്ക്നെസ് ഉണ്ട്. ഇറാൻ്റെ വീക്ക്നെസ് അതാണ്. എന്നുവെച്ചാൽ അമേരിക്കയെ പോയി ചിലപ്പോൾ ആക്രമിക്കാൻ ഇറാന് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇറാൻ എങ്ങനെ ആക്രമിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് മതി, ആക്രമിക്കേണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇറാനെതിരെ അമേരിക്ക ഉന്നയിക്കുന്ന ആണവായുധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഞാൻ കണക്കാക്കുന്നത് അതിലൊരു 90% സോൾഡായി. കാരണം എന്താ വെച്ചാൽ, ഇറാനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളത് അത്ര ഒരു വലിയ വിഷയമേ അല്ല. മിസൈൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ആണവായുധം ഉണ്ടാവുന്നതല്ല. ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചെറിയ കുടിൽ വ്യവസായമായിട്ട് കണ്ണൂർ ബോംബൊക്കെ ഉണ്ടാക്കണ പോലെ കുറച്ചുകൂടി വലിയൊരു സംഗതി ഉണ്ടെങ്കിൽ, ഒരു ചെറിയ വ്യവസായം ഉണ്ടെങ്കിൽ ബോംബ് ഉണ്ടാക്കാം. ബോംബ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആണബോംബിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മറ്റേ ബോംബിന് വെറുതെ എറിഞ്ഞാലൊന്നും കൊള്ളൂല. അങ്ങനെയല്ല, ഇതിൻ്റെ റിയാക്ഷനാണ്. ഒരു പ്രത്യേക ക്രിട്ടിക്കൽ മാസിൽ കൂടുതൽ ഒരു പ്രത്യേക ഷേപ്പിൽ ഈ സാധനം വന്ന് അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഡിസ്കുകളാണ്. ഈ ഡിസ്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ യോജിക്കുകയാണ്. യോജിക്കുമ്പോഴത് പൊട്ടുക. അപ്പോൾ ഇത് എവിടെ വെച്ച് യോജിച്ച് നമുക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് പൊട്ടിക്കാൻ പറ്റില്ല, മറ്റതുപോലെയല്ല. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് മിസൈൽ കൊണ്ടുപോയി, മിസൈൽ ടാർഗറ്റഡ് ഏരിയയിൽ ഇത് കൊണ്ടുപോയി യോജിപ്പിച്ച് ഒറ്റടി ഇടുക, പൊട്ടിക്കുക. ഇതാണ്. അല്ലാതെ നമ്മൾ സാധാരണ വിടുന്ന പോലെ തോക്ക് പിടിച്ച് വെടിവെക്കുന്ന പോലെ മിസൈൽ പോണ പോലെ അല്ലാതെ. മനസ്സിലായില്ലേ? ഇതെങ്ങനെ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് പൊട്ടിയില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ആണവായുധം പഴയ പോലെ എളുപ്പമുള്ളൊരു സാധനമല്ല. ഇനി ഏതെങ്കിലും ഒരു രാജ്യം ആണവായുധം ഉപയോഗിച്ചാൽ മറ്റേ രാജ്യം അപ്പം രണ്ടാമത് ഉപയോഗിക്കും, മറ്റൊരു ഉപയോഗിക്കും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും, ഇന്ത്യ ഇറാൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം വന്നാൽ ഇന്ത്യക്ക് എന്ത് നിലപാട് എടുക്കേണ്ടി വരും എന്നുള്ളത് ചോദിക്കേണ്ടി വരും. എളുപ്പമല്ല ഇന്ത്യക്ക് അമേരിക്കയുടെ കൂടെ നിൽക്കാമെന്ന് എളുപ്പം പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. നാളെ ഇന്ത്യ ആക്രമിച്ചാൽ ഇറാൻ ഒരുപക്ഷെ അവരെക്കാളും എളുപ്പം ഇന്ത്യ ആക്രമിക്കലാവും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരു ആഗോള താല്പര്യമൊന്നുമില്ല. പണ്ട് നമ്മൾ ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞിരുന്നു, ആ സാധനമൊക്കെ പോയി. ഇപ്പോൾ ആഗോളവൽക്കരണമൊന്നും ലോകത്ത് നടക്കുന്നില്ല യഥാർത്ഥത്തിൽ. സമ്പത്തിൻ്റെ ആഗോളവൽക്കരണവും അധികാരത്തിൻ്റെ ആഗോളവൽക്കരണവും നടക്കുന്നില്ല ഇപ്പോൾ. കാരണം വെച്ചാൽ എല്ലാ രാജ്യവും അവനവൻ്റെ സംരക്ഷണത്തിന് നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അമേരിക്കയുടെ ഫുൾ സംരക്ഷണത്തിന്. അതാണല്ലോ അവർ. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് മാത്രമാണോ അമേരിക്കയുടെ പ്രശ്നം? അതിനുവേണ്ടി മാത്രമാണോ ഇത്തരം പ്രശ്നങ്ങൾ? അല്ല, ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്ന കാരണം. യഥാർത്ഥ കാരണം എണ്ണയും ഗ്യാസും ഓയിലാണ്. എണ്ണയും ഗ്യാസുമാണ്. പക്ഷെ അങ്ങനെ ഓടിപ്പോയിട്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് എണ്ണയും ഗ്യാസും എടുക്കാൻ പറ്റും? ഇനി അമേരിക്ക ഇടപെട്ട രാജ്യങ്ങളുടെ സ്ഥിതി നിങ്ങളൊന്ന് നോക്കി. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഇപ്പം എന്താ സ്ഥിതി? അമേരിക്ക എല്ലാ ഇതും ഉപയോഗിച്ച് കീഴടക്കിയതില്ലേ ഇറാഖിനെ, അഫ്ഗാനിസ്ഥാനെ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻകാരുടെ കയ്യിലായി. താലിബാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമേരിക്ക പോയി. എന്നിട്ട് നമ്മളോട് ഇസ്ലാമിക തീവ്രവാദം, മഹാദലി എന്നൊക്കെ പറയുക. ഇറാഖിൽ ഇപ്പം എന്താ സ്ഥിതി എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. ആകെ കുഴഞ്ഞു മറിഞ്ഞ് പലതരത്തിലുള്ള മത്സരങ്ങളുമായിട്ട്. അപ്പം അമേരിക്കയ്ക്ക് ഇറാനിൽ, പക്ഷേ ഇറാന് ഗുണം എന്താ വെച്ചാൽ, ഇറാഖിനേക്കാളും റിലീജിയസ് ആയിട്ട് കൂടുതൽ യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് ഇറാൻ. മാത്രമല്ല അവിടെയുള്ളൊരു ജനകീയ കലാപം അത് വളരെ ഭംഗിയായി തീർന്നു. അത് ഇപ്പം ഇല്ലാതെ, രണ്ടാമത് ഒന്നിയൊന്നുമില്ലാതെ. കാരണം അവിടുത്തെ സ്റ്റേറ്റ് ഈസ് വെരി സ്ട്രോങ്. സ്റ്റേറ്റ് വളരെ ഇറാഖിൻ്റെ പോലെയല്ല, സദാം ഹുസൈൻ്റെ ഇറാഖ് പോലെയല്ല ഖൊമൈനിയുടെ ഇറാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാഖിൽ ഇടപെട്ട പോലെ ഇറാഖിനെ ഇടപെടാൻ ഒരു ന്യായം ഉണ്ടായിരുന്നു അവർക്ക്. കുവൈത്ത് പിടിച്ചു, അങ്ങനെ തുടങ്ങിയ ചില ന്യായങ്ങളുണ്ടായിരുന്നു.
അഫ്ഗാനിസ്ഥാനിൽ ഇടപെടാൻ അവർക്ക് ന്യായം ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ വന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതങ്ങനെയൊന്നുമില്ല, ഇതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഇറാൻ, അവർക്ക് എണ്ണയുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻലാൻഡ്, കനഡ എന്നൊക്കെയുള്ള വർത്തമാനം പറയുന്നതോടുകൂടി ബാക്കി സാമാന്യ ബുദ്ധിയുള്ളവരൊന്നും ഇയാളുടെ കൂടെ നിൽക്കില്ല, ആശയപരമായിട്ട് പോലും നിൽക്കാൻ പറ്റില്ല. നാളെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യമാണ് കാനഡ. അമേരിക്ക പിന്താങ്ങില്ല, കാരണം ഇന്ന് പിന്താങ്ങിയാൽ നാളെ ഇറാനെ പിടിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കാനഡ പിടിക്കൽ ഒരു വിഷമമുള്ള കാര്യമില്ല അമേരിക്കയ്ക്ക്. അപ്പോൾ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണി മുഴക്കാം എന്നല്ലാതെ ഇറാനെ ഇന്ന് കീഴ്പ്പെടുത്തുക എന്നത് ജിയോഗ്രഫിക്കലി മാത്രമല്ല, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് വെച്ചും ഇല്ല. നാലാമത്തെ വിഷയം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ എക്കണോമിക്കലി വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇറാഖൊക്കെ പൊടിഞ്ഞുപോയ രാജ്യമാണ്. ഇറാഖിലെ എണ്ണയൊക്കെ ഏതാണ്ട് തീർന്നു, അതുകൊണ്ടാണ് അയാൾ കുവൈത്ത് കയറി പിടിച്ചത്. കാരണം ഇല്ല, ഇറാൻ്റെ കാര്യത്തിൽ അതല്ല. അപ്പോൾ അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ്റെ എണ്ണ വേണം, റഷ്യക്ക് വേണം, ചൈനയ്ക്ക് വേണം, ജപ്പാന് വേണം, എല്ലാവർക്കും ഇറാൻ്റെ എണ്ണ വേണം. ഇന്ത്യക്ക് പോലും ട്രംപ് പറഞ്ഞാലും ഇറാൻ്റെ എണ്ണ മേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ചാബഹാർ തുറമുഖം ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് സംഭവിക്കില്ല. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഹൈപ്പ് ഉണ്ടാക്കി വെക്കും, ഹൈപ്പിൽ ഇത് അവസാനിക്കും. ഇവിടെ ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സൗത്ത് ചൈന സീയിൽ നിന്ന് ഇവരുടെ ലോകത്തോ ലോകാരാധ്യമായ 2 പടക്കപ്പലുകൾ USS ജെറാർഡ് ഫോർഡ്, അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ, ഈ 2 കപ്പലുകൾ അവിടെ കൊണ്ട് ഹോർമുസ് കടലിൽ ഇട്ടിട്ടുണ്ടെങ്കിലും യുദ്ധം ചെയ്യാൻ അവർ നേരത്തെ തന്നെ തയ്യാറായിരുന്നില്ലെന്നുള്ളതാണ്. ഇതിന് കാരണം ഉപഗ്രഹ ചിത്രങ്ങൾ വഴി അവർക്ക് ലഭിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, അമേരിക്കയുടെ അങ്ങേയറ്റം വരെ എത്താനുള്ള ഒരു മിസൈൽ അവരുടെ കയ്യിലുണ്ട്, ഇറാൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. അതായത് ലോങ് കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഒരെണ്ണം വെച്ചിരിക്കുക, അവർ റെഡിയാക്കി. എവിടെ നിന്ന്? അവരുണ്ടാക്കിയതല്ല, ചൈന സപ്ലൈ ചെയ്താൽ. അപ്പോൾ ചോദിക്കും ചൈനയുമായിട്ട് എങ്ങനെ പറ്റും? അവർ തമ്മിലൊരു കരാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സാങ്കേതിക സൈനിക കരാർ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അറ്റോമിക്കിൻ്റെ കാര്യം മാത്രമേ ഡീൽ ചെയ്യാൻ നിരോധനമുള്ളൂ, അറ്റോമിക് ഡീൽ പാടില്ല എന്നുള്ളത്. അതായത് എല്ലാ രാജ്യങ്ങളും കൂടെ എനിക്ക് തോന്നുന്നു 2015 ജോയിൻ്റ് ആയിട്ടൊരു എഗ്രിമെൻറ്റിൽ ചൈന ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് കീഴടങ്ങി അങ്ങനെ പിന്നെ അത് കൊടുക്കില്ല എന്ന്. പക്ഷേ ഇതിന് ഉപയോഗിക്കുന്നത് അമോണിയത്തിൻ്റെ ബേസിലുള്ള ഒരു ഇന്ധനമാണ്. പിന്നെ ആണവം അല്ലെങ്കിൽ ആറ്റോമിക് എനർജി അല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. എൻ്റെ പേര് അമോണിയം പെട്രോയിറ്റ്, അങ്ങനെ ഒരു പേരാണ്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അമോണിയത്തിൻ്റെ എന്തോ ഒരു സംയുക്തമാണ്, അതുപയോഗിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഇതുവരെ നമ്മൾ വിചാരിച്ചത് ഇത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ താവളങ്ങളിലേക്ക് മാത്രമേ ഇത് അയക്കൂ എന്നാണ് നമ്മൾ വിചാരിച്ചത്. അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ താവളങ്ങളിലേക്കും ഇറാഖിലേക്കും അയക്കാൻ വേറെ ഉണ്ട്. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ 600ഓളം ഇത്തരം ആണവ പോർമുനയുള്ള മിസൈലുകൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവിടെ സെങ് വാലി എന്ന് പറയുന്ന സ്ഥലത്ത്. ZTENG എന്നാണ് അതിൻ്റെ സ്പെല്ലിങ്. ജങ്, ഇങ്ങനെ നമ്മളെ കൊണ്ട് ഉച്ചരിക്കാൻ പറ്റുമത്. പിന്നെ ഹൈ വാലി, ഈ 2 വാലികളിലായിട്ട് മിസൈലുകൾ റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒരു യുദ്ധമെങ്ങാനും പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ മിസൈലുകൾ വെറുതെ ഇരിക്കുകയില്ല, നേരെ അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ താവളങ്ങളിലേക്ക് പോകും, അതുപോലെ ഇറാഖിലെ താവളങ്ങളിലേക്കും പോകും, പിന്നെ ഹോർമൂസ് ദ്വീപിൽ കിടക്കുന്ന അമേരിക്കയുടെ കപ്പലുകളിലേക്കും പോകും. അപ്പോൾ ഈ 2 കപ്പൽ വെച്ച് അതിന് നേരിടാൻ അമേരിക്കയ്ക്ക് കരുത്തില്ല. ഇതെല്ലാം ചൈനയുടെ സഹായമുള്ളതാണ്. റഷ്യ അല്ല ഇപ്പോൾ കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, ചൈന. പിന്നെ ഈ കപ്പലുകൾ അവിടെ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഈ ചൈനയുടെ കപ്പലുകൾ വഴി ഇനി ഇതുപോലുള്ള ആയുധങ്ങൾ ഫർദറായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതൊരു ഡിറ്ററൻ്റ് എന്ന് അല്ലെങ്കിൽ ഡിഫൻസീവ് മെഷർ എന്നുള്ള നിലയിലാണ് അവിടെ കിടക്കുന്നത്. ഇറാനോട് കഴിഞ്ഞ 3 നമ്മളെ ചരിത്രം പരിശോധിച്ചാൽ 3 തവണ യുദ്ധം ചെയ്തു, 3 തവണയും അമേരിക്ക തോറ്റോടുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് ആ ഹോസ്റ്റേജ് ക്രൈസിസ് ആണ്, അവരുടെ ഈഗിൾ ഓപ്പറേഷൻ, അത് വൻ പരാജയമായിട്ട് അവർക്ക് തിരിച്ചോടേണ്ടി വന്നു. അവരുടെ 54 ഡിപ്ലോമാറ്റുകളെയാണ് ഇറാനിലെ സൈനിക ഗാർഡ് 440 ദിവസം തടവിൽ വെച്ചത്. അമേരിക്കയ്ക്ക് ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല, അവരെ മോചിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിലുള്ള അമേരിക്കൻ താവളങ്ങളും മുഴുവൻ ഇറാൻ നശിപ്പിച്ചു, വമ്പിച്ച ഡാമേജ് വരുത്തി. ഒന്നും തിരിച്ചു ചെയ്യാൻ അമേരിക്കയ്ക്ക് അന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവരുടെ ഒരു മത നേതാവിനെ കൊന്ന സമയത്ത് വൻതോതിൽ ഇറാഖിലെ അമേരിക്കയുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻ ഇറാൻ തകർത്തു. പകരം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ വെല്ലുവിളികളും പിന്നെ ഈ പറയുന്ന വീരവാദങ്ങളും അല്ലാതെ ട്രംപിന് ഇറാന് നേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മൾ നീലകണ്ഠൻ മാഷ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്, ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് പറഞ്ഞു,
ഇറാനെതിരായിട്ട് ഞങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് ഞങ്ങൾ അനുവാദം കൊടുക്കുകയില്ല. അപ്പോൾ ഇസ്ലാമിക ഐക്യം എന്ന് പറയുന്നത് ഇറാൻ ഒരു ഷിയ രാഷ്ട്രമാണ്. ഒട്ടാകെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു മതവിഭാഗമാണ് ഷിയാക്കൾ. സുന്നികളാണ് അവരെ പീഡിപ്പിക്കുന്നത്. പക്ഷേ സുന്നി രാഷ്ട്രങ്ങളായ ഗൾഫ് രാജ്യങ്ങൾ കൂടെ ചേർന്ന് ഞങ്ങളുടെ പിന്തുണ ഇറാനാണെന്ന് നേരത്തെ തന്നെ അറിയിച്ചു. അപ്പോൾ ജിയോ പൊളിറ്റിക്കലായിട്ടും ഇറാനെ ആക്രമിക്കുന്നത് ഒരു വലിയ ഹിമാലയൻ ബ്ലണ്ടറായി തീരുമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ രണ്ടാം വട്ട ചർച്ചയിലേക്ക് പോയത്. ഇനി 3 മാസം കഴിയുമ്പോൾ അടുത്ത ചർച്ച എന്നുള്ള ഒരു തീരുമാനം. പിന്നെ ഇവിടെ യുദ്ധത്തിന് അവിടെ ഒരു സ്കോപ്പും ഇല്ല, പ്രസക്തിയില്ല.